ഈ കാണുന്നതൊക്കെ പ്രകാശിയുടെ പൂർവികർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഉണ്ടേ? അതെ, വേറെ ഉണ്ട്, ബാക്കിലോട്ടുണ്ട്. എന്ത് കാര്യം? അവസാനം ഞങ്ങളുടെ ബോസിന്റെ കയ്യിൽ തന്നെ എല്ലാം ആയില്ലേ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റട്ടെ, പാപ്പാടി കുടുംബക്കാരെ സംബന്ധിച്ച് ഇതൊന്നും വിറ്റിട്ട് കഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് നാടിനൊരു വികസനമാവട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. വില്ല പണിത് വിറ്റ് കഴിഞ്ഞാൽ എന്ത് വികസനം? വികസനം ഞങ്ങളുടെ ബോസിനല്ലേ? അല്ല, ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് ഈ വില്ല വാങ്ങുന്നത്. അതാണ് പ്രകാശ് ഉദ്ദേശിച്ചത്. അതെ അതെ അല്ലേ പ്രകാശ്? ഓ അതാണ്. അപ്പൊ നമുക്ക് നമുക്ക് ഉറപ്പിച്ചാലോ? നിങ്ങൾ പറയുന്ന റേറ്റ് അല്പം കൂടുതലാണ്. വേണുകുട്ടാ, ഇങ്ങനെ ഒരുമാതിരി കച്ചവടം പോലെ വിലപേശം എന്നാണ്ടല്ലോ, ഞാൻ ഈ അങ്ങ് മാറുവേ, ഇല്ലെങ്കിൽ ഞാൻ കണ്ടമാനം വില കൂട്ടിക്കളയും. നിക്കുന്നത് പറ, എന്ത് ഓക്കെ ആണോന്ന് പറയാ നിങ്ങള്. സാറ് കേട്ടോ, 4.5 ഏക്കർ സ്ഥലമുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം, നല്ല ശുദ്ധമായ വായു, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ്. നിങ്ങൾ ഈ 4.5 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ പോയാലും വളരെ ഹൈഫൈ ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫാണ് ചുറ്റിനുള്ളത്. ഞങ്ങളത് സമ്മതിച്ചു. പക്ഷെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ വില്ലയുടെ പണി തുടങ്ങണം. പണിയോ എന്ത് വെള്ളം നിങ്ങൾ തുടങ്ങിക്കോ, പക്ഷെ തരാനുള്ള പൈസ ആദ്യം തന്നെ. അതെ, അല്ലേ പ്രകാശ്? ഉറപ്പല്ല. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ്റെ ഒന്ന് കാണാം. പൈസയുടെ കാര്യം പറഞ്ഞത് മറക്കല്ലേ? ശരി. വേണു, കാര്യം ഇത്രത്തോളം ഒക്കെ, ഇനി ഇതിന്റെ പുറകെ വല്ല നൂലാമാലകളും വരൂ. എന്ത് നൂലാമാല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണിക്കൂട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമല്ലേ? ഉറപ്പല്ലേ? പിന്നെന്താ, ധൈര്യമായിട്ട് വാ. നല്ലൊരു കച്ചവടമല്ലേ സെറ്റ് ചെയ്തത്. കാലുവേദന എങ്ങനെയുണ്ടമ്മേ? ഓ, വളരെ കുറവുണ്ട് മക്കളെ. അച്ഛമ്മേ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? കാര്യം അറിഞ്ഞാലല്ലേ ശരിയോ തെറ്റോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥലം ഏതോ മാറാടി കൊടുക്കാൻ പോകുന്ന കേട്ടത്. അതാണോ? അത് ഞാൻ പറഞ്ഞുതരാടാ. അത് അവര് നല്ല വില തരാന്ന് പറഞ്ഞു, അതുകൊണ്ട് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ സമ്മതം ഒന്നും വേണ്ട, ഇതൊന്നും വിൽക്കാനും വാങ്ങുന്നതിനും ഒന്നും. അത് നിന്റെ സമ്മതം എന്തിനാ? അച്ഛമ്മയുടെ പേരിലുള്ള സ്ഥലമല്ലേ, അപ്പൊ അച്ഛമ്മയുടെ സമ്മതം പോരെ? പൈസ കേട്ടോ, പച്ചമ്മയുടെ കൊണ്ടങ്ങ് മഞ്ഞളിച്ചല്ലേ. നിനക്ക് നിന്റെ അച്ഛച്ചന്റെ പേരറിയോ? അറിയാം, പുരുഷോത്തമൻ. അച്ഛന്റെ പേരറിയോ? ഇല്ല. അറിയണം. അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട മുതലായത്. എന്നിട്ടാണോ ഈ മണ്ണ് കണ്ട മാറാടിക്ക് മരാടിക്ക് എല്ലാം കൂടെ കൊടുക്കാൻ പോകുന്നത്? എല്ലാവരുടെ സന്തോഷം അതാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. എനിക്ക് അത്ര സന്തോഷം ഇല്ല. അതിന് നിന്റെ സന്തോഷം ആർക്ക് വേണം? ഓഹോ, ആ പൊന്നു വളയുന്ന പറമ്പിലെ ഒരു കുറ്റി പരിപാടിക്കാൻ ഈ സഞ്ജു സമ്മതിക്കൂല കേട്ടോ. പോയതായിരുന്നു. കാണിച്ചു തരാം. സഞ്ജുവിന് അത്ര ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞാനും പറഞ്ഞത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്നെ ഞാൻ പറഞ്ഞു കേൾക്കാം. അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തറിയാം ഇതിനെ കുറിച്ചൊക്കെ? എന്ത് ചെറിയ കുട്ടി? ഞാൻ പഠിച്ചെന്തോ അമ്മേ? ഞാൻ ഇവിടെ വന്നേ എന്തിനാ? അല്ലാണ്ട് നീ സ്ഥലപ്പ് നേരത്തെ വിറ്റു പോയനല്ലേ. ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. നീ പോടാ അവിടുന്ന്. നിന്റെ സമ്മതം ആർക്കും വേണം. നീ കാല് തിരുമ്പടി. അമ്മ അച്ഛനോടെ കാലൊക്കെ തിരുമ്പി സോപ്പിട്ട് സ്ഥലം വിൽക്കാൻ നോക്കുവോ അല്ലേ? അമ്മ മോശം കേട്ടോ അച്ഛന്റെ കൂട്ടം നിൽക്കുന്ന. അച്ഛൻ വെറും മണ്ടനാണ്, അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അച്ഛമ്മക്ക് അറിഞ്ഞൂടെ അച്ഛൻ വെറും മണ്ടനാണ്? ഈ പൈസ അച്ഛൻ പുട്ടടിച്ച് തീർക്കും കണ്ടോ? നിന്നോട് പോവാൻ പറഞ്ഞത്. അമ്മ എങ്ങനെയായി പോയല്ലോ. വേദന കുറവില്ലേ? ഓ, നല്ല കുറവുണ്ട് മക്കളെ. നീ ഒരു കാര്യം ചെയ്യണം, എന്നെ മൊത്തത്തിൽ ഒരു തിരുമണം. അതൊരു ദിവസം ഞാൻ ചെയ്യും. നമുക്ക് ചൂടുവെള്ളം പതപ്പിച്ചിട്ട് ഒഴിക്കണം, കുളിപ്പിക്കേ അമ്മേനെ. അതൊരു ദിവസം ഞാൻ ചെയ്യും അമ്മ, പേടിക്കണ്ട. കുളിപ്പിക്കണേ. അത് ഞാൻ കുളിപ്പിക്കും, ഒരു ദിവസം ചെയ്യാം. താത്തു വെച്ചോ. ചേച്ചി, നമ്മുടെ ഈ വില്ലപ്പണി നടക്കടാ. വില്ലപ്പണി കഴിഞ്ഞാ നമ്മൾ അവിടെ അവസ്ഥ താമസം. എടാ ഇവിടെ പണി തുടങ്ങിയിട്ടില്ല, അതിനിടയ്ക്ക് അവൻ വീട് താമസം തുടങ്ങി. എന്താ ചേച്ചി? എന്ത്? എന്താ? എനിക്ക് ഈ വീടാ ഇഷ്ടം. ഇവിടേക്ക് എത്ര ഓർമ്മകൾ ഉണ്ട് അറിയോ? നീ വേണമെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് പോയി താമസിച്ചോ. ഞാൻ ഈ വീട്ടിന്റെ കാര്യാ പറഞ്ഞേ. അതെന്നെ ഞാനും പറഞ്ഞത്. എവിടെയൊന്നും മിണ്ടായിരിക്കണി, അവൻ ഈ വീടിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ. കറക്റ്റ്. അത് നമ്മള് അവനേക്കാളും കൂടുതൽ വർഷം താമസിച്ചിട്ടില്ല, നമുക്കില്ലാത്ത അറ്റാച്ച്മെന്റ് അവന്. എനിക്ക് നല്ല വിഷമമുണ്ടല്ലോ. തുമ്പി ചേച്ചി, തുമ്പി ഗൈസ്, തുമ്പി. നമ്മളൊക്കെ എത്ര പ്രാവശ്യം അച്ഛന്റെ അച്ഛമ്മയുടെയും കൂടെ കൈ പിടിച്ച് നടന്ന സ്ഥലം അല്ലേ? ശരി, അതൊന്നും മറക്കാൻ പറ്റത്തില്ല. ഞാൻ അതൊന്നും തിരിച്ചു കിട്ടില്ല. എന്ത് രസമായിരുന്നു. അയ്യോ പുണ്ണി, എനിക്ക് മാത്രം അത് കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടിയില്ല. എടാ, നീയൊക്കെ ജനിച്ച് വീണതേ ഫോണിലോട്ടാ, പിന്നെ എങ്ങനെ കാണാനാ? എന്നിട്ട് അത് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ 24 മണിക്കൂറും ഫോണില്. ഈ കുരിപ്പിനെ കൊണ്ടുവരണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാ ചൊറിയെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കുരിപ്പ് വിളിക്കരുത്. എടി, വില്ലാ പ്രൊജക്ട് തുടങ്ങി ഇതൊക്കെ വെട്ടി കളയും. അപ്പൊ ഇവനതൊക്കെ കാണട്ടെ. കാണു നല്ല പോലെ കാണും. എടാ, നോക്കി പോടാ, വല്ല പാമ്പൊക്കെ ഉണ്ടാവും.
നടക്ക്. നമ്മുടെ വീട് ഇവിടെയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ? ആ എന്താ പടിഞ്ഞാറൻ കാറ്റ് കടിക്കില്ലേ? പടിഞ്ഞാറ് എവിടെയാന്നൊന്നും പറഞ്ഞേ. വടക്കിന്റെ ഓപ്പോസിറ്റ്. വടക്ക് എവിടെ? നീയേ വല്ലാണ്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. സൗകര്യമില്ല. ഈ കൃഷ്ണ ചേച്ചി എവിടെ വന്നാലും കൊടുക്കാനല്ലോ. വടക്കും പടിഞ്ഞാറും ഒന്നും അറിയാത്തവൻ മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ വെറുതെ ഷോ ഇറക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, അത് തെക്ക്, ഇത് വടക്ക്. അതൊന്നും അല്ല. അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, അത് വടക്ക്, ഇത് തെക്ക്. അതൊന്നല്ല. നിങ്ങൾ എന്തിനാ ഈ വടക്കും തെക്കും പറഞ്ഞോണ്ട് ഒരു ബഹളം ഉണ്ടാക്കണേ? നമുക്ക് നമ്മുടെ ഭാവിയത്തെ വില്ലേനെ പറ്റി ഓർക്കാം. എന്തോന്നാണോ ഓർക്കേണ്ടത്? എനിക്ക് എന്തായാലും സ്വന്തമായിട്ടൊരു ബെഡ്റൂം വേണം. കാരണം അച്ഛമ്മയുടെ കൂടെ ഞാൻ ഉറങ്ങി മടുത്തു. രാത്രിയൊക്കെ അച്ഛമ്മ ഭയങ്കര കൂർക്കം വലിയ. നിനക്ക് ഈ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു ബെഡ്റൂം, എന്റെ ബാത്റൂമിൽ നല്ല കിഡിലായ ഒരു ബാത്ത് ടബും വേണം. അത് നമുക്ക് ആലോചിക്കാം കേട്ടാ.